ഹായ് അങ്ങനെ അടുത്ത ഒരു വ്യാഴം വെള്ളി ദിവസം വന്നിരിക്കുകയാണ് തിയേറ്ററുകളിൽ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസം. ഈ ഒരു വ്യാഴം വെള്ളി അതായത് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് 10-11 ദിവസങ്ങളിൽ ഒരു വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷു റിലീസുകളാണ്, അതായത് ഫെസ്റ്റിവൽ റിലീസുകളാണ് 10-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. 3 മലയാള സിനിമകളുണ്ട്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. ഇപ്പോൾ ഓൾറെഡി പിന്നെ ഹിന്ദി ഈ സിനിമയായ സിക്കന്ദർ, അതുപോലെ തന്നെ മലയാള സിനിമയായ അഭിലാഷം, എമ്പുരാൻ, ഈ സിനിമകളൊക്കെ തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ വേറെയും സിനിമകൾ 6ഓളം സിനിമകളാണ് റിലീസിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്, നമ്മുടെ മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. ഒരു ഗെയിം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമയാണ്. മമ്മൂട്ടി, ഗൗതം മേനോൻ, ഐശ്വര്യ മേനോൻ, ഹക്കീം ഷാ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഡീനോ ഡെന്നീസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ എന്നുള്ളത് ഏപ്രിൽ മാസം 10-ാം തീയതി, നാളെയാണ് തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. രാവിലെ 9 മണിക്കാണ് ഫസ്റ്റ് ഷോ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് മലയാളത്തിലുള്ള സിനിമ തന്നെയാണ്. ഒരു ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മരണമാസ് എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ബേസിൽ ജോസഫ്, രാജേഷ് മാധവൻ, സിജു സണ്ണി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ എന്നുള്ളത് ശിവപ്രസാദ് കെ വിയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ടൊവിനോ തോമസ് ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമയും ഏപ്രിൽ മാസം 10-ാം തീയതി, നാളെ തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു റിലീസ് എന്നുള്ളത് നമ്മുടെ നെസ്ലൻ പ്രധാന വേഷം കൈകാര്യം, നെസ്ലൻ ഗഫൂർ, അതുപോലെ തന്നെ ലുക്മാൻ അവറാനും ബേബി ജീൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഖാലിദ് റഹ്മാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. ആലപ്പുഴ ജിംഖാന എന്ന ഒരു കോമഡി ഡ്രാമ സ്പോർട്സ് വിഭാഗത്തിൽപ്പെട്ട സിനിമ. ഈ ഒരു സിനിമ എന്നുള്ളതും നാളെ, അതായത് ഏപ്രിൽ മാസം 10-ാം തീയതിയാണ് റിലീസ് ചെയ്ത് തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഒരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. എന്നാൽ രാത്രി ഈ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ രാത്രി ഈ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു തമിഴ് സിനിമയാണ്. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമ, നമ്മുടെ തല അജിത് കുമാറിന്റെ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ. ആദിക് രവിചന്ദ്രനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. തൃഷ, അർജുൻ ദാസ് എന്നിവരൊക്കെയാണ് മറ്റു പ്രധാന വേഷങ്ങൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്. സിമ്രാനൊക്കെ ഒരു വേഷത്തിൽ വരുന്നുണ്ട്. ടീസറും ട്രെയിലറും ഒക്കെ കിടിലം തന്നെയായിരുന്നു. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്ന ഒരു സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. എന്തായാലും നാളെ ഉച്ചയ്ക്ക് ഈ സിനിമയ്ക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും കണ്ടിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ജാട്ട് എന്നാണ് സിനിമയുടെ പേര്. സണ്ണി ഡിയോൾ, രൺദീപ് ഹൂഡ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഈ സിനിമയും നാളെ, അതായത് ഏപ്രിൽ മാസം 10-ാം തീയതി തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ദ അമേച്ചർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ. ഈ സിനിമയും നാളെ തിയേറ്റർ റിലീസ് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും സിനിമകളാണ് ഏപ്രിൽ മാസം 10-ാം തീയതി, അതായത് വിഷു സ്പെഷ്യലായിട്ട് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളായിട്ടുള്ളത്. മൂന്ന് മലയാള സിനിമകളാണ്. ഏത് വാഴും ഏത് വീഴും എന്നുള്ളത് നാളെ അറിയാം നമുക്ക്. ഏതായാലും എമ്പുരാൻ ഇപ്പോഴും തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അഭിലാഷവും കളിക്കുന്നുണ്ട്. തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നാളെ അറിയാം ഏത് വാഴും ഏത് വീഴും എന്നുള്ളത്. വിഷു വിന്നർ ആരായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ക്ലാഷ് വിന്നേഴ്സ് ആരൊക്കെ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.